നിയമനക്കോഴയിൽ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ വിജിലൻസ് കേസ്. ബത്തേരി അർബൻ ബാങ്കിലെ അഴിമതിയിലാണ് കേസ്. DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. അർജുൻ PS ചേരുന്നു വയനാട്ടിൽ നിന്ന്. അർജുൻ, എന്തായാലും MLA-ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, വിജിലൻസ് കേസ്. MLA-യുടെ പ്രതികരണം ലഭിച്ചോ ഈ വിഷയത്തിൽ? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇതുവരെയും MLA-യുടെ പ്രതികരണം ലഭിച്ചിട്ടില്ല. നമ്മൾ പലതവണ MLA-യെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ഫോണിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെയും NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കേസുകളൊക്കെ പൊന്തി വന്നത്. NM വിജയൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ഇത്തരത്തിലൊരു കത്ത് എഴുതി വെച്ചിരുന്നു. അതിൽ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ND അപ്പച്ചൻ, അതായത് മുൻ DCC പ്രസിഡന്റ് അടക്കം ND അപ്പച്ചൻ അടക്കമുള്ളവരുടെ പേരുകൾ ഇത് ഉൾപ്പെട്ടിരുന്നു. കൃത്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയിരുന്നു. വിവിധ വിഭാഗങ്ങളിലേക്ക് അവിടെ നിയമനം നടത്താൻ, അതായത് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് നിയമനം നടത്തുവാൻ വേണ്ടി IC ബാലകൃഷ്ണൻ അടക്കം ND അപ്പച്ചൻ അടക്കമുള്ളവർ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതടക്കം ഈ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ IC ബാലകൃഷ്ണൻ ഇത്രത്തോളം രൂപ ഈ മറ്റുള്ളവരിൽ നിന്നും വാങ്ങുകയും എന്നാൽ അതിൽ നിയമനം നടത്താതെ പോവുകയും ചെയ്തു. അതിൽ തനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. തുടർന്ന് ഇതെല്ലാം തന്റെ തലയിലാണ് വന്ന് വീണതെന്നും ഇതുമൂലമാണ് താൻ ഒന്നാമത് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നുള്ള ഒരു കത്ത് നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിക്കുകയും തുടർന്ന് IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം, പോലീസ് കേസെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് ഈ കേസ് കോടതിയിൽ എത്തുകയും, അതായത് ഈ NM വിജയന്റെ ആത്മഹത്യാ ശ്രമത്തിന് കാരണം IC ബാലകൃഷ്ണൻ ആണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും തുടർന്ന് ഈ കേസ് കോടതിയിൽ എത്തുകയും അവിടെ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഈ ബത്തേരി അർബൻ ബാങ്കിലെ വിഷയവുമായി ബന്ധപ്പെട്ട്, കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു FIR അടക്കം ഇന്ന് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.